ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അന്വേഷിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലാതാനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു. വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലാതാനും. നാം വാഞ്ചയോടെയും ദാഹത്തോടെയും ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം അവനെ കണ്ടെത്തും. നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ നാം കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവൻ തീർച്ചയായും നമുക്ക് തന്നെ വെളിപ്പെടുത്തും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവത്തെ കാണും എന്ന് മത്തായി 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ തിരുവെഴുത്ത് പറയുന്നല്ലോ. ഒരിക്കൽ മഹാത്മാഗാന്ധി ഒരു മിഷണറിയോട് പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നമുക്ക് വലിയ ക്ഷമ ഉണ്ടായിരിക്കണം. കടൽ തീരത്തിരുന്ന് ഒരു വൈക്കോൽ കഷ്ണം ഉപയോഗിച്ച് സമുദ്രം ശൂന്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ പോലെ നമുക്ക് ക്ഷമ ഉണ്ടായിരിക്കണം. മിഷണറി ഈ വീക്ഷണത്തോട് യോജിച്ചില്ല. മഹാത്മാവിന് അദ്ദേഹം സ്നേഹപൂർവ്വം മറുപടി നൽകി. ദാഹത്തോടും വാഞ്ചയോടും കൂടി ഒരു വ്യക്തി ദൈവസാന്നിധ്യം അന്വേഷിക്കും തോറും ആഗ്രഹത്തോടും കരുണയോടും കൂടി ആ വ്യക്തിയെ അന്വേഷിച്ച് കർത്താവ് തന്നെ അടുത്തു വരുന്നു. നഷ്ടപ്പെട്ട വെള്ളിനാണയം കണ്ടെത്തുന്നതുവരെ സ്ത്രീ തുടർച്ചയായി തിരഞ്ഞതുപോലെ കർത്താവ് തന്റെ അളവറ്റ കൃപയിൽ നമ്മെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. വെള്ളിനാണയത്തിൽ രാജാവിന്റെ രൂപം കൊത്തിവെച്ചതുപോലെ രാജാക്കന്മാരുടെ കർത്താവ് നമ്മുടെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം അവനുള്ളവരാകിയാൽ അവൻ നമ്മെ അന്വേഷിക്കുന്നു. അപ്പോൾ നാം അവനെ തിരിച്ച് അന്വേഷിക്കേണ്ടതല്ലേ? ശൂലേമ്യ സ്ത്രീയെ നോക്കുമ്പോൾ, രാത്രിയിൽ എന്റെ കിടക്കയിൽ ഞാൻ സ്നേഹിക്കുന്നവനെ ഞാൻ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, പക്ഷേ ഞാൻ അവനെ കണ്ടെത്തിയില്ല. എന്നിരുന്നാലും 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ അവൾ ഒടുവിൽ അവനെ സ്ഥിരോത്സാഹത്തിലൂടെയും കണ്ണുനീരിലൂടെയും കണ്ടെത്തി. താൻ അവനെ പിടിച്ചുവെന്നും അവനെ വിട്ടയച്ചില്ലെന്നും സന്തോഷത്തോട് പ്രഖ്യാപിക്കുന്നത് ഉത്തമഗീതം 3-ാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. നാം കർത്താവിനെ അന്വേഷിച്ചാൽ അവൻ തീർച്ചയായും നമുക്ക് തന്നെ വെളിപ്പെടുത്തും. ദൈവവചനം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ അവനോട് കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ അവനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. നിങ്ങൾ അവനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. ഇത് 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എനിക്ക് ഒരു ഭയാനകമായ അപകടം സംഭവിച്ചു. പക്ഷേ ആ നിമിഷം ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. കർത്താവ് തന്നെ എന്നെ സംരക്ഷിച്ചു. പ്രസവ വേദനയുടെ ഭയത്തിലും വേദനയിലും ദൈവത്തിന്റെ സാന്നിധ്യം അവരെ പൊതിഞ്ഞുവെന്നും അവർക്ക് സമാധാനം നൽകിയെന്നും ചില സഹോദരിമാർ പങ്കുവെക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഏതാനും നിർണായക നിമിഷങ്ങളിൽ മാത്രം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചാൽ മാത്രം പോരാ. അവന്റെ സാന്നിധ്യത്തിൽ നിരന്തരം ജീവിക്കാനും അത് നിരന്തരം വർദ്ധിച്ചു വരുന്ന വാഞ്ചയോടെ അന്വേഷിക്കാനും നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം ആസ്വദിച്ച് അതിൽ വസിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 63-ാം അധ്യായം 2-ാം വാക്യം. അങ്ങനെ നിന്റെ ശക്തിയും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ അന്വേഷിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 3-ാം അധ്യായം 1-19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.